ആന്റണി രാജു കോടതിയിൽ നിന്ന് അടിച്ചോണ്ട് പോയിട്ടൊരു തയ്യക്കാരനെ കൊടുത്തു. ഇത് ചെറുതാക്കിയപ്പോഴത്തേക്ക് കാലിടുന്ന 2 ഹോളുണ്ടല്ലോ, അത് മാത്രമേ ചെറുതാക്കിയുള്ളൂ, ബാക്കിയൊന്നും ചെറുതാക്കിയില്ല. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് പോലെ ജെട്ടി കട്ടത് ആരപ്പ ആന്റണി രാജു ആണപ്പ എന്ന് പറയുന്ന രൂപത്തിലേക്ക് നാണക്കേടിൻ്റെ ഏറ്റവും വലിയ കയത്തിലേക്ക് ഇവർ മുങ്ങി നിൽക്കുകയാണ്. എല്ലാം കള്ളന്മാരും കൊള്ളക്കാരും ജെട്ടി മോഷ്ടാക്കളൊക്കെ ചേർന്നൊരു സംവിധാനമായി ഈ സർക്കാർ മാറും. എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ, ആള് മാറിപ്പോയി. നാട് ഞെട്ടിയ ഒരു ക്ഷേത്രക്കുള്ള ഒരു സ്വർണ്ണമടിച്ചു മാറ്റൽ കേസ് അങ്ങനെ ചർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് സാങ്കേതികമായതൊരു കവർച്ചാ കേസ് അല്ലെങ്കിലും കോടതിയിൽ നിന്നും അടിവസ്ത്രം അടിച്ചു മാറ്റി തിരിമറി നടത്തിയ കേസിൽ ഒരു മുൻമന്ത്രി കുറ്റക്കാരൻ എന്ന പ്രഖ്യാപനം. ആ കേസ് ആദ്യം മുതൽ പറയുമ്പോഴൊക്കെ ലോക്കൽ ഗ്രൂപ്പുകളിൽ ജട്ടിക്കേസ് എന്നാണ് പറയാറ്. അതൊരു ചർച്ചയിൽ പറയൽ പാർലമെന്ററി ആണോ എന്ന് തോന്നിയ സമയത്ത് ആ കേസ് രേഖ ഒന്ന് വായിച്ചു നോക്കിയതാണ്. അതിലൊക്കെ പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ജട്ടി എന്ന് തന്നെയാണ്. കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നിയാലും ഇല്ലെങ്കിലും ആ കേസിന്റെ വിശദാംശങ്ങൾ അതിനേക്കാൾ നാറ്റക്കേസാണ്. ആസ്പദമായ സംഭവം നടന്നത് 1 2 അല്ല, 3.5 പതിറ്റാണ്ട്. ഇന്നത്തെ MDA കച്ചവടക്കാരുടെ അപ്പൂപ്പൻ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവഡോർ സർവലി കേരളത്തിലേക്ക് എത്തിയത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 61 ഗ്രാം മാരക മയക്കുമരുന്ന് മിടുക്കനായ ഉദ്യോഗസ്ഥൻ ജയമോഹൻ കയ്യോടെ പൊക്കിയതാണ്. ആ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അന്തം വിട്ടു. അടപടലമാണ് ആഞ്ഞുവെട്ട്. മെമ്മറി കാർഡും ഹാഷ് വാല്യൂ പറഞ്ഞ പോലെയാണ്. കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന അടിവസ്ത്രം 1-ാം പ്രതിയെ സ്വാധീനിച്ച് അടിച്ചുമാറ്റി വെട്ടിച്ചെറുതാക്കി കുഞ്ഞുങ്ങളുടെ നിക്കറ് പോലെയാക്കി തിരിച്ചുവെച്ച നാറിയ പണി അധമ നീക്കത്തിൽ അട്ടിമറി. ആന്റണി രാജുവും സംഘവും കേരള പോലീസിനെയും സത്യത്തിന്റെ മുഖത്തേക്ക് അന്ന് ഉളുപ്പില്ലാതെ വീശിയെറിഞ്ഞത് കാളകൂട കരിയോയിലാണ്. 2.5 വർഷക്കാലം നമ്മളെ ഭരിച്ച ഗതാഗത മന്ത്രിയാണ് എന്നോർക്കുമ്പോൾ തല താഴണം, തോന്നണം കലർപ്പില്ലാത്ത ലജ്ജ. അതേ കേസിന്റെ പേരിൽ തന്നെയാണ് ആന്റണിക്ക് സീറ്റ് കൊടുക്കാൻ കഴിയില്ലെന്ന് ഉറച്ചു പറഞ്ഞ പേര് വെട്ടിക്കളഞ്ഞൊരു നേതാവുണ്ട്. പ്രിയപ്പെട്ട VSA, അങ്ങയുടെ ആർജവത്തിന്റെ കോംപ്രമൈസ് ഇല്ലാത്ത വെടിയുണ്ട വാക്കുകൾ ഞങ്ങൾക്ക് നഷ്ടം, അകാലത്തിന് നഷ്ടമാണ്. ജട്ടിക്കേസ് ഉടായ്പകൾ മന്ത്രിയാവുന്ന കാലത്ത് നമ്മുടെ കാശിന് വാങ്ങി നമ്മുടെ കാശിന് എണ്ണയടിക്കുന്ന 1-ാം നമ്പർ കാറിൽ വാതുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ഒരു നേതാവ് ഇടതുപക്ഷ മറവിയിൽ എഴുന്നള്ളപ്പെടുന്ന ഒരു കെട്ടകാലത്ത് ഒരു തവണ കൂടി അവിടെ പോകണം. ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കണം, ഉറക്ക വിളിക്കണം. മുദ്രാവാക്യം റെഡ് സാല്യൂട്ട്, റെഡ് സാല്യൂട്ട്, റെഡ് സാല്യൂട്ട് ടു കൊമറെ. ഒരുപാട് വേട്ടയാടലുകൾക്ക് ശേഷമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഈ വേട്ടയാടും തോറും എൻ്റെ കരുത്ത് കൂടുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. അവിടെ ഈ വേട്ടയാടലിന് ശേഷമാണല്ലോ ഞാൻ മന്ത്രി വരെ ആയത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ തൊണ്ടിമുതൽ തിരിമറി കേസിലെ വിധി രാഷ്ട്രീയമായി വൻ തിരിച്ചടിയാണ് ആന്റണി രാജുവിന്. തെളിവ് നശിപ്പിക്കലും ഗൂഢാലോചനയും അടക്കം ഗൌരവമേറിയ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതോടെ ഘടകകക്ഷി നേതാവെന്ന നിലയിൽ ആന്റണി രാജുവിനെ പ്രതിരോധിക്കാൻ ഇടതുമുന്നണി നേതൃത്വത്തിനും കഴിയില്ല. ഞാൻ 100% ഈ കേസിൽ നിരപരാധിയാണെന്നുള്ള എനിക്ക് നല്ല ഉത്തരബോധ്യമുണ്ട്. നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. എനിക്ക് വളരെ കൃത്യമായി ഇതിൽ സംശയം തോന്നാൻ കാര്യം, ഇതിൻ്റെ ട്രയൽ നടക്കുന്ന ദിവസം ശ്രീ ആന്റണി രാജു, ഞാൻ ട്രയൽ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ഒരു വർത്തമാനം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് കോടതി വരാന്തയിൽ വെച്ച് തന്നെയാണ് പറഞ്ഞു, ഈ കേസിൽ ഞങ്ങളൊരു ബോംബ് വെച്ചിട്ടുണ്ട്, അത് ഈ കേസ് കഴിയുന്നതോടെ പൊട്ടും, അതോടെ നിങ്ങളുടെ കേസ് എന്നും പറഞ്ഞു പോകും. ആണോ? ഭയങ്കര. ഈ വിവരം ഞാൻ അന്ന് തന്നെ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തോട് അറിയിച്ചു. അതുപോലെ തന്നെ കോടതിയിൽ ഇതിൻ്റെ ട്രയൽ നടക്കുമ്പോൾ ശ്രീ കുഞ്ഞിരാമേനോൻ അവറുകൾ എന്നോട് ചോദിച്ചു, ഈ അടിവസ്ത്രം പ്രതിക്ക് ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ എന്തു പറയും? ഞാൻ പറഞ്ഞു, ഈ കോടതി ഇപ്പോൾ തന്നെ ഇതിവിടെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പക്ഷേ എന്തോ കാരണത്താൽ കോടതി ഇത് ടെസ്റ്റ് ചെയ്തില്ല, അതിവിടെ നിന്ന് പോയി. ആ പ്രതിഭാഗമാണെങ്കിൽ അതിവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന് ഒട്ടും തന്നെ അവർ അതിനെ പ്രസ് ചെയ്യുകയും ചെയ്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില കാര്യങ്ങൾ തെറ്റുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലായി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇവിടെ ഇത്രത്തോളം ഹീനമായ നീചമായ ഒരു കേസിൽ പ്രതിയായിരുന്ന ഒരാൾ 2.5 വർഷം നമ്മളെ ഭരിച്ചു എന്ന് പറയുന്നത് നമുക്ക് നാണക്കേടല്ലേ സിയാസ്കർ? ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ പരാജയമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് ഒരു പോലീസ് നടത്തിയിട്ടുള്ള അട്ടിമറിയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുള്ള കുറ്റകൃത്യമോ അല്ല. ചേട്ടാ നമ്പർ മറക്കണ്ട, ഞങ്ങളും തന്നതേ ചോറ് തന്നെയാ, എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് 2006 ആന്റണി രാജു ഒരു സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് VS ഉറച്ച നിലപാട് സ്വീകരിക്കുന്നതും പിന്നീട് ഉണ്ടായതും എല്ലാവർക്കും അറിയാം. ഈ കേസിൽ ആന്റണി രാജു പ്രതിയാണെന്നും എന്താണ് അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റമെന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ നമ്മുടെ മന്ത്രിയായി നമ്മളെ ഭരിച്ചു എന്ന് പറഞ്ഞാൽ രാജ്യചരിത്രത്തിൽ കേട്ടുകളിയുണ്ടോ? ഒരു അടിവസ്ത്രം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അതിന് ഉടായ്പ കാണിച്ച് തിരിച്ചു വെച്ച് ഒരു മാരകമായ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തിയ ഒരാൾ
നമ്മുടെ മന്ത്രി ആയിരിക്കുന്നു എന്ന് പറയുന്നത് രാജ്യചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ എവിടെയും കേട്ടിട്ടുണ്ടോ അറിയില്ല സിയാസ്കർ. നാണക്കേടല്ലേ നമുക്കൊക്കെ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. VS ഉണ്ടായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടത്തി ഇങ്ങനെ വർഗീയത പറഞ്ഞ് നടക്കുമായിരുന്നു. VS അച്യുതൻ ചോദ്യം ചോദിച്ചൊരു മാധ്യമപ്രവർത്തകർ തീവ്രവാദം എന്ന് വിളിച്ചാൽ കനത്ത വാക്കിനും VS മറുപടി കൊടുക്കില്ലായിരുന്നു. VSന്റെ വാക്കുകൾ നമുക്ക് നഷ്ടമാണ്. അത് VSന്റെ വാക്കുകൾക്ക് പകരം വെക്കാൻ VS മാത്രമേ ഉള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. കോടതിക്കകത്ത് തന്നെ ഇത് പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ കോടതിക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു മാൾ പ്രാക്ടീസ് നടത്താൻ നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രത്തോളം അതിന് ഗ്രാവിറ്റി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു തൊണ്ടി മുതൽ അവിടുന്ന് എടുത്ത് അത് മോഷ്ടിച്ച് കൊണ്ടുപോകണമെങ്കിൽ ആ പറയുന്ന വ്യക്തികളുടെ രാഷ്ട്രീയ സ്വാധീനം സ്വാഭാവികമായിട്ടും ആ രൂപത്തിലുള്ള സ്വാധീനങ്ങൾ പല മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, കേരള മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഇവർക്ക് സീറ്റ് കൊടുക്കുകയും മത്സരിപ്പിക്കുകയും ചെയ്തത് എന്ത് ധാർമ്മികതയുടെ പേരിലാണെന്ന് ചോദിച്ചാൽ ധാർമ്മികത ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? വിദേശിയായ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ ജെട്ടി മോഷ്ടിച്ച് മുന്നോട്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരാൾ കേരളത്തിന്റെ മന്ത്രിയായി MLA ആയി ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം നാണക്കേടാണ്. എത്രത്തോളം അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ നാട് പുച്ഛിച്ച് തലതാഴ്ത്തുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞാൻ കുറ്റക്കാരനല്ല. ഇപ്പോൾ കൊടിസുനി പറയുന്നുണ്ട് ഞാൻ കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ ഗോവിന്ദസ്വാമി പറയും ഞാൻ കുറ്റക്കാരനാണ്. ഈ ശിക്ഷിക്കപ്പെട്ട ഈ പ്രതി അവരുടെ MLA എന്ന് മേനി നടക്കുന്ന ഇയാൾ പ്രതിയല്ല, ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയേ അയാൾക്ക് പറയാൻ പറ്റും. അങ്ങനെ ആ പ്രതികൾ പറയുന്ന കാര്യമാണ് ഈ ആന്റണി രാജു എന്ന് പറയുന്ന കേരളത്തെ 3 കൊല്ലക്കാലം മന്ത്രിയായി നിന്ന ഒരാൾ പറയുന്നു എന്ന് പറയുമ്പോൾ വളരെ നാണക്കേടാണ്. എന്റെ കയ്യിൽ അവനെ കിട്ടിയ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. എല്ലാം കള്ളന്മാരും കൊള്ളക്കാരും ജെട്ടിമോഷ്ടാക്കളൊക്കെ ചേർന്നൊരു സംവിധാനമായി ഈ സർക്കാർ മാറാണ്. സ്വർണം കെട്ടവർ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് പോലെ ജെട്ടി കെട്ടത് ആരപ്പ ആന്റണി രാജു അണപ്പ എന്ന് പറയുന്ന രൂപത്തിലേക്ക് നാണക്കേടിൻ്റെ ഏറ്റവും വലിയ കയത്തിലേക്ക് ഇവർ മുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ കളവ് നടത്തി കൊള്ള നടത്തി ജെട്ടി മോഷ്ടിച്ചാലൊക്കെ അത് മാന്യതയാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ മാന്യതയാണ്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. വെറുപ്പിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്, അത് അഭിമാനമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരും ഈ നാട് ഭരിക്കുമ്പോൾ ഇത്തരത്തിലെ ജെട്ടികള്ളന്മാരും ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കുന്നവർക്കും എല്ലാം സംരക്ഷണം കിട്ടും എന്നുള്ളത് ഈ നാട് കാണും. അതുകൊണ്ട് ഇവരെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഇവർക്കെതിരായുള്ള വലിയ ശക്തമായ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളും കൊള്ളത്തരങ്ങളും അതോ തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം ഈ നാട് കാണാൻ പോകുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു മന്ത്രിയായി ഒരു MLA ആയി ഇന്നും നിൽക്കുന്ന ഒരാൾ ജെട്ടിമോഷണ കേസിൽ മാത്രമല്ല ഈ രാജ്യദ്രോഹ കുറ്റമാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നടത്തിയ തിരുമോടിയെക്കുറിച്ച് ഫോറൻസിക് പരിശോധന പറഞ്ഞു. രസകരമാണ് എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോയി ആന്റണി രാജു കോടതിയിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയിട്ടൊരു തയ്യക്കാരനെ കൊടുത്തു. ഇത് ചെറുതാക്കിയപ്പോഴത്തേക്ക് കാലിടുന്ന 2 ഹോളുണ്ടല്ലോ അത് മാത്രമേ ചെറുതാക്കിയുള്ളൂ, ബാക്കിയൊന്നും ചെറുതാക്കിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ എന്താണ് ഈ അടിവസ്ത്രം ഇത് നോർമൽ അടിവസ്ത്രമല്ല എന്ന് തെളിയിക്കാൻ ഫോറൻസിക്കിൽ സഹായിച്ചതടക്കം അങ്ങനെ ഈ ദൈവത്തിൻ്റെ കൈ എന്ന് പറയാൻ കഴിയുന്ന ഒരുപാട് തെളിവുകൾ ഈ കേസിൽ രേഖകളായി അനിലിമാലുവിൻ്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. പോയി നോക്കിയാൽ രസകരമാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.